അങ്ങയുടെ ക്രമപ്രശ്നം. സർ, ഈ ആദ്യം തന്നെ ബഹുമാനപ്പെട്ട ചെയറിനോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ടൊരു കാര്യം പറയട്ടെ. സാധാരണ ഒരു തടസ്സവാദം ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റിയാണ്, അല്ലെങ്കിൽ ഒരു പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ സാധാരണ തടസ്സവാദം ഉന്നയിക്കുന്നത്. സർ, ആ തടസ്സവാദം നിലനിൽക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ചെയർ റൂൾ ചെയ്താൽ ആ ബില്ല് അങ്ങനെ അവതരിപ്പിക്കാൻ പറ്റത്തില്ല. മറ്റൊരു പേപ്പർ അങ്ങയോട് ഒരു കാര്യം ഞാൻ പറയട്ടെ. അല്ല, ഞാനത് ഇല്ല തർക്കിക്കാനല്ല. ഞാൻ അങ്ങേ തടസ്സവാദം ഉന്നയിക്കുന്നതിന് വേണ്ടി ഞാൻ ക്രമപ്രശ്നം ഉന്നയിക്കാൻ പറഞ്ഞു. അങ്ങപ്പം അത് എഴുതേറ്റില്ല. എനിക്ക് കുഴപ്പമില്ല, ഞാൻ തർക്കിക്കുന്നില്ല. ഇല്ലില്ല, ഇത് തർക്കത്തിന്റെ പ്രശ്നമേ ഇല്ല, റെക്കോർഡിലുള്ളത്. ഞാൻ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് നിയമസഭാ റെക്കോർഡിനകത്തുള്ളതാണ്. തടസ്സവാദം ഉന്നയിക്കുന്നതിന് വേണ്ടി ഞാൻ അങ്ങേ ക്ഷണിച്ചു. സാർ, ചെയറിനെ ചോദ്യം ചെയ്യുന്നതില്ല, പക്ഷെ കാര്യങ്ങൾ ശ്രദ്ധപ്പെടുന്നുണ്ടല്ലോ. അങ്ങയോട് ഞാൻ ഇന്ന് ചോദിച്ചത് എന്താ സാർ, 2 ബില്ലുണ്ട് ഇപ്പോൾ. സാർ, 1 മണി മുതൽ 2 മണി വരെ സാധാരണ അപ്രോപ്രിയേഷൻ ബില്ല, അതൊന്നും നമ്മൾ ചെയ്തു. അപ്പൊ അപ്രോപ്രിയേഷൻ ബില്ലാണോ എടുക്കുന്നത്, ഫിനാൻസ് ബില്ലാണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഫിനാൻസ് ബില്ലാണെന്ന് പറഞ്ഞു. എനിക്കിപ്പോ അങ്ങനെ അങ്ങ് പറഞ്ഞു, ഇന്നിച്ച് ചോദിച്ചു. ഇനിയിപ്പോ ഞാൻ പറഞ്ഞു ഇനിയെങ്കിലും ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ വന്ന് അദ്ദേഹം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവതരിപ്പിച്ചു എന്നുള്ളത്, പക്ഷെ തടസ്സവാദം നമ്മൾ ഉന്നയിക്കുകയാണ്. അതല്ല സാർ, ഞാൻ അങ്ങ് ദയവായിട്ട് ഞാൻ പറയുന്നത് ശാന്തമായി കേൾക്കും. നമ്മൾ ഇതിനകത്തൊന്നും അഗ്ലി ഹേസ്റ്റിനെസ് വേണ്ട. പിഴവ് ആർക്ക് വേണമെങ്കിലും വരാം, പിഴവ് എനിക്കും വരാം, എല്ലാവർക്കും വരാം. പക്ഷേ റെക്കോർഡ് നോക്കിക്കോണം ഞാൻ അങ്ങേ വിളിച്ചോ ഇല്ലയോ എന്നുള്ളത്. അത് പിന്നീട് പരിശോധിച്ചാൽ അത് മനസ്സിലാക്കിയാൽ മതി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ധനകാര്യ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയും സഭയിൽ ഒരുപാട് ലീഗൽ ഒബ്ജക്ഷൻസ് അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സാധാരണയായി, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങയോട് പറഞ്ഞു, ഒരു ലെജിസ്ലേറ്റീവ് ബില്ലാണെങ്കിലും ബില്ല് അവതരിപ്പിച്ച് കഴിയുമ്പോഴാണ് അത് അതിനെതിരായിട്ടുള്ള ആ ബില്ലിനെതിരായിട്ട് ബില്ല് നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്ഷൻ റൈസ് ചെയ്യുന്നത്. അങ്ങനെ ഈ സഭയുടെ റെക്കോർഡുകൾ പരിശോധിച്ചാൽ അറിയാം, ഞാൻ നിരവധി പ്രാവശ്യം, ഒരുപക്ഷെ ഈ സഭയിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ സഭയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ലീഗൽ ഒബ്ജക്ഷൻസ് അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ലെജിസ്ലേറ്റീവ് ബില്ലാണെങ്കിലും ഇതുപോലത്തെ ധനകാര്യ ബില്ലാണെങ്കിലും അവതരിപ്പിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ലീഗൽ ഒബ്ജക്ഷൻസ് റൈസ് ചെയ്യുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് ഇത് ഇവിടെ ഇത് പാസ്സാക്കാൻ പാടില്ല, എന്തുകൊണ്ടാണ് ഈ ബില്ല് നിയമവിരുദ്ധമായി നിൽക്കുന്നത്, എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലോസിനെതിരാണോ എന്ന് ആ ലീഗൽ ഒബ്ജക്ഷനിലെ ആൾ പറയുന്നത് അപ്പോഴാണ്. അതാണ് ഈ സഭയിലെ റെക്കോർഡ്. ഇതാണ് ഇതിൻ്റെ അല്ല, ഞാൻ പറഞ്ഞത് അതിൻ്റെ പ്രീസിഡന്റ് ഇതാണ്. ഞാൻ നിരന്തരമായി ഇത് ചെയ്യുന്ന ആളായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു കാര്യം ശ്രദ്ധപ്പെടുത്താണ് സാർ. 9ാമത്തെ കാര്യമായിട്ട് അങ്ങ് തന്നെ ഇറക്കിയിട്ടുള്ള സഭയുടെ ബിസിനസ്സിൽ 9ാമത്തെ കാര്യം ചട്ടം 300 അനുസരിച്ചിട്ടുള്ള പ്രസ്താവന, 10ാമത്തെ കാര്യം ക്രമപ്രശ്നം അവതരിപ്പിക്കുന്നത് ബാലഗോപാൽ, 11ാമത്തെ കാര്യം റൂളിംഗ് അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട സ്പീക്കർ. ഇത് അങ്ങടിച്ചതെന്നാണ്. 12ാമത്തെ കാര്യം നിയമനിർമ്മാണം, 13ാമത്തെ കാര്യം 2026 കേരള ധനകാര്യം 3ാം ബില്ലിന്റെ അവതരണവും അനുബന്ധ കാര്യങ്ങളും, 14ാമത്തെ കാര്യം ധനാഭ്യർത്ഥനകളെ സംബന്ധിക്കുന്ന ധനവിനിയോഗ ബില്ല്. സാർ, ഇത് അങ്ങ് അംഗീകരിച്ച് ഇന്ന് സഭയിൽ പ്രസന്റ് ചെയ്താണ്. ഞാൻ ഇത് നോക്കിയിട്ടാണ് വായിക്കുന്നത്, ഞാൻ ഈ മോണിറ്റർ നോക്കിയിട്ടാണ് വായിക്കുന്നത്. ഇതിന്റെ ഓർഡറാണ് ഞങ്ങൾ പറഞ്ഞത്, വേറെ തർക്കമൊന്നുമില്ല സാർ. ഈ ഓർഡർ ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തി. ആയിക്കോട്ടെ, നമുക്ക് ഈ ക്രമത്തിലങ്ങ് പോകാം. ആയിക്കോട്ടെ, ഇന്നിപ്പോ ഈ ക്രമത്തിൽ ഭാവിയിൽ അങ്ങും നോക്കും, ഞങ്ങളും കൂടുതൽ നോക്കാം സാർ. അങ്ങ് നോക്കണം നമ്മളെ സാർ. ഇത് സംബന്ധിച്ച് ഇവിടെ ഇന്നിപ്പം അവതരിപ്പിക്കുന്ന ഈ ബില്ല് സാധാരണഗതിയിൽ ഇങ്ങനൊരു ബില്ല് വരുമെന്ന് നേരത്തെ തന്നെ പ്രതീക്ഷയില്ല. കാരണം ഇത് BSCക്ക് 2ാമത് റെഫർ ചെയ്തൊരു ബില്ലിൻ്റെ സമയം വന്നു. സാർ, ഈ ബില്ല് അവതരിപ്പിക്കുന്നത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇത്തരം ഒരു ഫിനാൻസ് ബില്ല് വന്നാൽ സബ്ജക്ട് കമ്മിറ്റിക്ക് പോകേണ്ടതാണ്. സബ്ജക്ട് കമ്മിറ്റിക്ക് പോകുന്നേ ഇല്ല, ഇവിടെയാണ് ചർച്ച. സാർ, ഇത് വളരെ ധൃതി പിടിച്ചിട്ട് കൊണ്ടുവന്ന ഒരു ബില്ലാണ്. ഇത് ആകെ ഈ ഫിനാൻസ് ബില്ലിനകത്തുള്ള ആകെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഈ മദ്യത്തിൻ്റെ നികുതിയായി ബന്ധപ്പെട്ട കാര്യമേ ഇതിനകത്ത് മേജറായിട്ടുള്ളൂ. മറ്റധിക കാര്യങ്ങളൊന്നും ഈ ബില്ലിലില്ല. സാർ, അപ്പോൾ ഇങ്ങനൊരു ബില്ല് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത് നമ്മൾ ഈ സഭയിൽ പൊതുവിൽ പ്രതീക്ഷിച്ചാൽ അതിനുശേഷം വന്ന ചർച്ചകളുടെ പൊതു സ്പിരിറ്റ് നോക്കണം സാർ. ഈ സഭയെ പറഞ്ഞ ഉറപ്പെന്താണ് സാർ? ഈ സഭയെ പറഞ്ഞ ഉറപ്പ് ആവശ്യമായ ചർച്ചകൾക്ക് ശേഷമേ ഇത് നടപ്പിലാക്കുള്ളൂ. ആവശ്യമായ ചർച്ചകൾക്ക് ശേഷമേ നടപ്പിലാക്കുള്ളൂ എന്ന് പറയുമ്പം ഇതിനകത്ത് ഒരു പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ആദ്യം തന്നെ 3ഉം 4ഉം അനുസരിച്ചിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇതിനകത്ത് അധ്യായം 1-നകത്ത് തന്നെ സബ്സെക്ഷൻ 1-നകത്ത് 3ഉം 5ഉം വകുപ്പുകൾ സർക്കാർ ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനം വഴി
നിശ്ചയിക്കുന്ന അത്തരം തീയതി മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. ഈ ആക്ടിലെ തൊട്ടടുത്ത് ഈ ആക്ടിലെ ശേഷിക്കുന്ന വ്യവസ്ഥകൾ ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. സാധാരണഗതിയിൽ സാർ മിക്കവാറും ഈ ഫിനാൻസ് ബില്ലിൽ വരുന്ന ടാക്സ് സംബന്ധിച്ച പ്രപ്പോസൽസ് ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുന്നതാണ്. സാർ, ഈ സഭയ്ക്കകത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ സംസാരിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഇത് ആ ഒരു വിശ്വാസ്യത സഭയോട് എടുത്തിട്ടില്ല. പൊതുവിൽ ഇത് ഗവൺമെന്റിനകത്ത് ചർച്ച ചെയ്തോ നയത്തിന്റെ പ്രശ്നമാണോ എന്നൊക്കെ ഉള്ളത് നേരത്തെ തന്നെ ചർച്ച നടക്കുന്നതാണ്. അപ്പം പൊതുവിൽ ഈ സഭയിൽ പറഞ്ഞതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളല്ല വന്നേക്കുന്നത്. സബ്ജക്ട് കമ്മിറ്റി ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം സബ്ജക്ട് കമ്മിറ്റി ചർച്ച ചെയ്യാതെ സാധാരണ എന്തെങ്കിലും വന്നിട്ടുണ്ട് സാർ? അങ്ങ് തൊട്ടു മുമ്പ് ഉള്ള നിയമസഭയിൽ സബ്ജക്ട് കമ്മിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അംഗമായിരുന്നു. ഞാൻ ചെയർമാനായിരുന്ന ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ അങ്ങ് വളരെ സഹകരണാത്മകമാണ്. ചില കാര്യങ്ങളിൽ ഡിസൻ്റൊക്കെ പറയും, അത് ചർച്ചകൾ നടത്താറുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു കാര്യം, ഇതുപോലൊരു കാര്യം, ചെറിയൊരു കാര്യമായ പോലും സബ്ജക്ട് കമ്മിറ്റി പോവാതെ നമ്മൾ വെച്ചിട്ടുണ്ടോ? അപ്പോൾ സബ്ജക്ട് കമ്മിറ്റിക്ക് പോലും സമയം കണ്ടെത്താതെ ഇവിടെ ഇങ്ങനൊരു ഫിനാൻസ് ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് വാസ്തവത്തിൽ നിയമസഭയുടെ എല്ലാ അവകാശങ്ങളെയും എടുക്കുന്ന ചർച്ചകൾ അനുവദിക്കാത്ത, ചർച്ച വേണ്ട എന്നൊരു സമീപനത്തിൻ്റെ ഭാഗമാണ് സാർ. സാർ, ഇതിനകത്ത് ഈ നിയമത്തിനകത്ത് KGST നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന 0.5 മുതൽ 10 വരെയുള്ള ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ളതിന് 175%, 10 മുതൽ 20% എന്നുള്ളതിനകത്ത് 120%, 175% യഥാക്രമം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ബില്ലാണിത്. സാർ, ഈ ബില്ല് യഥാർത്ഥത്തിൽ കേരളത്തിലെ ചർച്ച ചെയ്യണമെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? 3 വർഷക്കാലമായിട്ട് ഇത് ധനകാര്യ വകുപ്പ്, ടാക്സ് വകുപ്പ് അനുമതി കൊടുക്കാത്തതാണ് സാർ. അനുമതി കൊടുക്കാത്ത വേറൊന്നും കൊണ്ടല്ല, ഹോർട്ടി വൈൻ എന്നുള്ള കൺസെപ്റ്റ് അല്ലാതെ വേറൊരു കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇല്ലായിരുന്നു. ഇവിടെ സാർ ഈ ഗവൺമെന്റ് വന്നു, ഒരു പുതിയ ഗവൺമെന്റാണ് സാർ. ഒരു പുതിയ ഗവൺമെന്റ് വരുമ്പോൾ നേരത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നോക്കി അതിനകത്തും റേറ്റിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ആയാലും പറയുന്ന ന്യായം അതാണല്ലോ. അങ്ങനെ ആയാലും അത് ഞങ്ങൾ LDF ഗവൺമെന്റ് ആലോചിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ നടപ്പാക്കണ്ട എന്ന് തീരുമാനിച്ചത് കൊണ്ട് തന്നെയാണ് സാർ. എന്തുകൊണ്ടാണ് സാർ? കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇതിലേക്ക് പോകാവുന്നതാണ് സാർ. അങ്ങനൊരു കാര്യം വന്നിട്ട് അത് നടപ്പിലാക്കിയില്ല സാർ. നടപ്പിലാക്കാതെ ഒരു പുതിയ ഗവൺമെന്റ് വരുമ്പോൾ ആ ഗവൺമെന്റിന്റെ എക്സൈസ് നയം, UDFന്റെ നയം, ആ നയത്തിന് വ്യത്യസ്തമായി വരുന്നു. ക്യാബിനറ്റിൽ ചർച്ച ചെയ്യേണ്ടതാണ്, റേറ്റ് ചർച്ച ചെയ്യണ്ട സാർ. റേറ്റ് ചർച്ച ചെയ്യണ്ട, പക്ഷേ നയം ചർച്ച ചെയ്യണം സാർ. അതില്ലാതെയാണ് സാർ ഇതിനകത്ത് വന്നേക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിനകത്ത് നിയമപ്രകാരം ഇങ്ങനെ ഒരു കാര്യം വന്നേക്കുമ്പോ വളരെ അപകടകരമാണ്. ഇതിനകത്തൊരു സാങ്കേതികത്വമൊന്നും അല്ല, വെറും സാങ്കേതികത്വ പ്രശ്നങ്ങളല്ല. ഞാൻ ക്രമപ്രശ്നമാണ് ഞാൻ പറഞ്ഞു നിർത്താം, കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല സാർ. അപ്പൊ ഇതിനകത്ത് ഇത് തന്നെ കൊണ്ടുവന്നു എന്നുള്ളത് സഭയുടെ എല്ലാ അവകാശങ്ങളെയും ലംഘിച്ചു സാർ. സഭയുടെ എല്ലാ അവകാശങ്ങളെയും ലംഘിച്ചു എന്ന് പറഞ്ഞാൽ ഏത് ധനകാര്യ ബില്ലാണ് സാർ ഇത്രയും സീരിയസ് ആയ റേറ്റ് സംബന്ധിച്ചുള്ള ഫിനാൻസ് ബില്ല് ഏതാണ് സാർ സബ്ജക്ട് കമ്മിറ്റിക്ക് വരാത്തത്? സബ്ജക്ട് കമ്മിറ്റിക്കകത്ത് ചെറിയൊരു കാര്യം പോലും സബ്ജക്ട് കമ്മിറ്റി ചർച്ച ചെയ്യുന്ന ഒരു പാരമ്പര്യമുള്ള നമ്മുടെ നിയമസഭയിൽ സബ്ജക്ട് കമ്മിറ്റിക്കകത്ത് ഒരു ബില്ല് വരാതെ നേരെ കൊണ്ടുവന്ന് സഭയെ കൊണ്ട് പാസ്സാക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങേറ്റം തെറ്റല്ലേ സാർ? അതാണ് സാർ പ്രധാന ക്രമപ്രശ്നം. അത് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വളരെ അപകടകരമായ കാര്യമാണ്. ഇന്ന് വരെ ഈ അസംബ്ലിയിൽ നമ്മൾ തുടർന്ന് വന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് വ്യത്യാസം. അതുകൊണ്ട് തന്നെയാണ് സാർ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ 3-4 പ്രൊവിഷൻ സാധാരണക്കാളും വ്യത്യസ്തമായ ഒരു പ്രൊവിഷനോട് ചേർത്തേക്ക് സാർ. എക്സിക്യൂട്ടീവിന്റെ തീരുമാനവും ലെജിസ്ലേറ്റീവ് ബില്ലും തമ്മിലുള്ള ആ ചെറിയ ഇപ്പൊ സുപ്രീം കോടതി തന്നെ പല കേസുകളും വന്നിട്ടുണ്ട് സാർ. സുപ്രീം കോടതി തന്നെ പല ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് സാർ. സാധാരണഗതിയിൽ ഫിനാൻസ് മാറ്റേഴ്സ്, മണി മാറ്റേഴ്സിന്റെ ഒരു ബില്ല് വന്നാൽ അത് ആക്ടായി കഴിഞ്ഞാൽ പിന്നെ എക്സിക്യൂട്ടീവിന്റെ എക്സസീവ് ഡെലിഗേഷൻ കൊടുക്കാറില്ല. ഈ ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് എക്സസ് ആയിട്ട് എക്സിക്യൂട്ടീവിന് കൊടുക്കേണ്ട കാര്യമില്ല സാർ. ഇതിങ്ങനെ വെച്ചേക്കുവാണ്. ബില്ല് നിയമസഭ പാസ്സായി ആക്ടായി കഴിഞ്ഞാൽ ഇന്ന ദിവസം തൊട്ട് കൊടുക്കാമെന്ന് പറയുന്നതിന് പകരം വീണ്ടും ഒരു ബാർഗൈനിങ് പോയിന്റ് ആയിട്ട് വെച്ചേക്കാലോ സാർ. തുറന്നു പറഞ്ഞ ഒരു ബാർഗൈനിങ് പോയിന്റ് ആണല്ലോ. എക്സിക്യൂട്ടീവ് പർട്ടിക്കുലർ മന്ത്രി അല്ലെ പർട്ടിക്കുലർ കമ്മീഷണർ ഒപ്പിട്ടാൽ അന്ന് തൊട്ട് ഇത് കച്ചവടം നടത്താമെന്ന് പറഞ്ഞാൽ സാർ ഈ എക്സിക്യൂട്ടീവിനെ ഈ ലെജിസ്ലേച്ചറിന്റെ മേളിൽ പ്രതിഷ്ഠിക്കുകയാണ് സാർ. ഈ ലെജിസ്ലേച്ചർ അംഗീകരിക്കട്ടെ, എന്നാ പിന്നെ നിങ്ങൾ തീരുമാനിക്കേ. അതിന് പകരം ഒരു ഉദ്യോഗസ്ഥന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഉദ്യോഗസ്ഥൻ ഒപ്പിട്ടാൽ അപ്പം മുതൽ ഈ പർട്ടിക്കുലർ മദ്യം വിൽക്കാമെന്ന് പറയുന്നത് എക്സസീവ് ഡെലിഗേഷൻ ആണ്. അത് തെറ്റാണ്. അതുകൊണ്ട് ഇത് പാസ്സാക്കുന്ന ഇതിനകത്ത് ചീഫ് മിനിസ്റ്റർ ഫെബ്രുവരി 24 മുഖ്യമന്ത്രി സർ, ആദ്യം ഇത് എന്ത് ലീഗൽ ഒബ്ജക്ഷനാണ് എന്ന് വ്യക്തമായില്ല. അദ്ദേഹം മെറിറ്റിലാണ് പോയത് ഈ ധനകാര്യ ബില്ലിന്റെ. അല്ലല്ല, മെറിറ്റിലാണ്. ഞാൻ പറയാം, ധനകാര്യ ബില്ലിന്റെ മെറിറ്റിലേക്കാണ് പോയത് അദ്ദേഹം. മെറിറ്റിൽ സംസാരിക്കാൻ കൂടെ അവസരമുണ്ട്. അത് ഞാൻ അപ്പം മറുപടി പറഞ്ഞോളാം. ഈ സമ്മർദ്ദവും സുപ്രീം കോടതി വിധിയൊക്കെ ഞാൻ
കൃത്യമായിട്ട് മറുപടി പറഞ്ഞുതരാം. പിന്നെ പറഞ്ഞു സബ്ജക്റ്റ് കമ്മിറ്റി അയച്ചില്ല, സബ്ജക്റ്റ് കമ്മിറ്റിക്ക് അയച്ചില്ല എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞു സബ്ജക്റ്റ് കമ്മിറ്റി. ഈ ഫെബ്രുവരി 24-ാം തീയതിയുള്ളത് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് പോയിട്ടുണ്ടോ? ഫിനാൻസ് ബില്ല് പോയിട്ടുണ്ടോ? അങ്ങയുടെ ഫിനാൻസ് ബില്ല് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് പോയിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഒന്ന് പരിശോധിച്ചാൽ മതി, നന്നായിരുന്നു. അത് പരിശോധിച്ചാൽ നന്നായിരുന്നു. 2026 ഇതെല്ലാം 2026 ജൂൺ 24-ന് സഭ അംഗീകരിച്ച കാര്യോപദേശക സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ധനകാര്യ ബിൽ സഭയിൽ അവതരിപ്പിച്ച് പരിഗണനയ്ക്ക് എടുക്കുന്നത്. BSc കാര്യോപദേശക സമിതി റിപ്പോർട്ട് സഭ അംഗീകരിക്കുന്ന അവസരത്തിൽ യാതൊരു ഭേദഗതി നിർദ്ദേശവും ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചിട്ടില്ല. അതിനാൽ നിലവിൽ ഒരു ക്രമപ്രശ്നം ഉന്നയിക്കുന്നതിന് ഒരു പ്രസക്തിയില്ല. BScയിൽ ഇതിനകത്ത് ഒരംഗം പോലും, BScയിൽ പങ്കെടുത്ത ഒരു അംഗം പോലും, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ, പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത BSc ആണ് തീരുമാനിക്കുന്നത്. BSc അവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കില്ല. BSc ആണ് തീരുമാനിക്കുന്നത്. BSc ആണ് തീരുമാനിച്ചത്. ഭരണഘടനാപരമായും നിയമസഭാ നടപടിച്ചട്ടങ്ങൾ അനുസരിച്ചും ആവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് ധനകാര്യ ബില്ല് സഭയിൽ അവതരിപ്പിക്കുന്നത്. ബില്ലിലെ 3-5 വകുപ്പുകൾ സർക്കാർ ഗസറ്റ് വിജ്ഞാപനം വഴി നിശ്ചയിക്കുന്ന തീയതിയിൽ പ്രാബല്യത്തിൽ വരുമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ളതിൽ യാതൊരു നിയമപ്രശ്നവുമില്ല. സമാനമായ വ്യവസ്ഥകൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം തന്നെ പൈലറ്റ് ചെയ്ത 2022-23 വർഷങ്ങളിലെ ധനകാര്യ ബില്ലിലും 2024-ലെ ടാക്സേഷൻ ലോസ് അമെന്റ്മെന്റ് ബില്ലിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മറ്റേ ബാർഗൈനിങ് ആയിരുന്നോ? നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് കൊടുത്തത് അല്ലല്ലേ? ഞാൻ സംസാരിക്കട്ടെ. അങ്ങക്ക് ഞാൻ വഴങ്ങുന്നില്ല. ഇതേ നോട്ടിഫിക്കേഷൻ അതേ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, ബഹളം ഉണ്ടാക്കല്ലേ, ഞാനല്ലേ സംസാരിക്കുന്നത്. മനസ്സിലായ? സമാനമായ വ്യവസ്ഥകൾ ഇദ്ദേഹം പൈലറ്റ് ചെയ്ത ബില്ലിൽ തന്നെ ഉണ്ട്. ഇവിടെ ഓൺ റെക്കോർഡ് അന്ന് പൈലറ്റ് ചെയ്ത ബില്ലിലുണ്ട് ഈ സംഭവം. ഇതേപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ വെച്ചിരിക്കുന്നത് ഇതേ വ്യവസ്ഥകൾ വെച്ചുകൊണ്ടുള്ള ബില്ല് അത് പൈലറ്റ് ചെയ്ത് അത് പാസ്സാക്കി കഴിഞ്ഞിട്ട് ഇവിടെ ലീഗൽ ഒബ്ജക്ഷൻ ആണെന്ന് പറയും. രാഷ്ട്രീയം പറയണ, ആരോപണം പറയണമെങ്കിൽ മറ്റേ ഇതിൽ പറഞ്ഞോ, ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞോ, ഞാൻ മറുപടി പറഞ്ഞോളാം. ലീഗൽ ഒബ്ജക്ഷന്റെ മറവിൽ ഒരു ലീഗൽ ഒബ്ജക്ഷൻ സാർ ഇത് നിലനിൽക്കുന്നതല്ല. സഭയുടെ യഥാർത്ഥ കലണ്ടറിലോ കാര്യോപദേശക സമിതി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അങ്ങ് സംസാരിച്ചോളൂ. അല്ല, റൂളിംഗ് പറയാൻ പോവുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ്. അതെ അത് ഇല്ല, റൂളിംഗ് വരുന്നു. അങ്ങ് അതിനിടയ്ക്ക് സംസാരിക്കാൻ എഴുന്നേറ്റത് കൊണ്ടാണ് അങ്ങക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സംസാരിച്ചോളാം. ഞാൻ റൂളിംഗിന്റെ കാര്യം മറന്നുപോയിട്ടാണ്. അങ്ങ് റൂളിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ സംസാരിക്കാം. ആയിക്കോട്ടെ. സഭയുടെ യഥാർത്ഥ കലണ്ടറോ കാര്യോപദേശക സമിതി അംഗീകരിച്ച സമയക്രമത്തിലോ ധനകാര്യ ബിൽ അവതരിപ്പിക്കുന്നതിനോ പാസാക്കുന്നതിനോ സമയം അനുവദിച്ചിരുന്നില്ല എന്നും തികച്ചും രാഷ്ട്രീയവും നിക്ഷിപ്തവുമായ താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സഭാ നടപടികൾ പെട്ടെന്ന് പുനഃക്രമീകരിച്ചാണ് ധനകാര്യ ബിൽ ഇപ്പോൾ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും സഭാ ചട്ടങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കും വിരുദ്ധമായ ഈ നടപടി നിർത്തിവെക്കണമെന്നുമാണ് ബഹുമാനപ്പെട്ട അംഗം ശ്രീ KN ബാലഗോപാൽ ക്രമപ്രശ്നത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. ഒന്നാം സമ്മേളനത്തിൻ്റെ കലണ്ടറിൽ ധനകാര്യ ബിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നത് വാസ്തവമാണ്. 2026 ജൂൺ 23 ചേർന്ന കാര്യോപദേശക സമിതി യോഗം 2026 ജൂലൈ 1 ധനകാര്യ 3-ാം നമ്പർ ബില്ലിൻ്റെ അവതരണത്തിനും ബിൽ പരിഗണനയ്ക്ക് എടുക്കണമെന്നുള്ള ഉപക്ഷേപത്തിനും അനന്തര ഘട്ടങ്ങൾക്കുമായി 2 മണിക്കൂർ വിനിയോഗിക്കണമെന്നും ഇക്കാര്യത്തിനായി നിയമസഭാ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ 76(1) താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യണമെന്നും ശുപാർശ ചെയ്തിരുന്നു. ഈ ശുപാർശ ഉൾക്കൊള്ളുന്ന സമിതിയുടെ 2ാമത്തെ റിപ്പോർട്ട് ജൂൺ 24-ാം തീയതി സഭയിൽ സമർപ്പിക്കുകയും സഭ പ്രസ്തുത റിപ്പോർട്ട് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കാര്യോപദേശക സമിതി അംഗീകരിച്ച സമയക്രമത്തിൽ ഈ ബിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്ന അംഗത്തിൻ്റെ ക്രമപ്രശ്നം വസ്തുതാപരമല്ല. അതിനാൽ ക്രമപ്രശ്നം തള്ളുന്നു. ബഹുമാനപ്പെട്ട അങ്ങേക്ക് സംസാരിക്കാനുണ്ടോ? ആയിക്കോട്ടെ. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ചാണ് 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതിലൊന്ന് സബ്ജക്റ്റ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അത് BScയുടെ മുന്നിൽ വരുമ്പോൾ
പഴയ ബജറ്റ് അവതരണം പൂർണ്ണമായി കഴിഞ്ഞു, അത് അംഗീകരിച്ചു കഴിഞ്ഞതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീണ്ടും ഒരു ചർച്ചയിലേക്ക് നമ്മൾ വിശദമായിട്ട് സബ്ജക്റ്റ് കമ്മിറ്റിയിലേക്ക് പോകേണ്ടതുണ്ടോ? എന്തായിരുന്നു ഉന്നയിക്കപ്പെട്ട പ്രശ്നം? അതിനോട് യോജിച്ചു. അതിൻ്റെ ഭാഗമായി വലിയ മാറ്റമൊന്നുമില്ലാതെയാണ് വരാൻ പോകുന്നത് എന്നും പറഞ്ഞു. അതിനോട് ഞങ്ങൾ യോജിച്ചു എന്നുള്ളത് ശരിയാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഇതുപോലെ സുപ്രധാനമായൊരു കാര്യം ഒരു പ്രത്യേക രീതിയിലുള്ള ഒളിച്ചു കടത്തൽ മാതിരി വരുന്നുണ്ട് എന്നുള്ളത് നമ്മളാരും മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കിയപ്പോഴാണ് അതിനോട് വിയോജിപ്പ് ഞങ്ങൾ രേഖപ്പെടുത്തിയത്. സർ, ഇത് നേരത്തെയുള്ള LDF സർക്കാരിൻ്റെ കാലത്ത് ഹോട്ടി വൈൻ ഇവിടെ വ്യാപിപ്പിക്കുന്നതിനുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. അതിന് എങ്ങനെ സാധാരണ നികുതിയിൽ കുറവ് വരുത്തണോ എന്ന കാര്യവും ആലോചിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആ കാര്യത്തിൽ അവസാന തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. ആലോചിച്ചത് ഒരു കാര്യം മാത്രമാണ്. അത് ഹോട്ടി വൈൻ എന്ന് പറയുന്നത് നമ്മുടെ പഴത്തിൽ നിന്നും ധാന്യത്തിൽ നിന്നും ഉണ്ടാക്കുന്ന കാര്യം മാത്രമാണ്. നമ്മുടെ കർഷകർക്കും നമ്മുടെ സഹകരണ മേഖലക്കും നമ്മുടെ ചെറുകിട വ്യാപാരികൾക്കും ചെറുകിട വ്യവസായ മേഖലക്കും ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനം കർഷകർക്ക് ഉപകാരപ്രദമായി വരുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ അട്ടിമറിച്ച് നമ്മുടെ രാജ്യത്തെ വലിയ മദ്യ കമ്പനികൾക്ക് ഇവിടെ ഇഷ്ടം പോലെ മദ്യമൊഴുക്കാനുള്ള അവസരമൊരുക്കുന്നത്. അതിനുള്ള നികുതി കുറച്ച് കൊടുക്കുകയാണ്. സർ, 130%-ലധികം നികുതി കുറച്ചാണ് ഇത് കൊടുക്കാൻ പോകുന്നത്. സർ, ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ കടുംപിടുത്തത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനോട് ഒരു തരത്തിലും യോജിച്ചു പോകാൻ ഞങ്ങൾക്കാവില്ല. ഈ നടപടിയോട് പൂർണ്ണ വിയോജിപ്പാണ്. ഈ നടപടിക്രമത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ ഘട്ടത്തിൽ ബഹിഷ്കരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് 2026 കേരള ധനകാര്യ 3-ാം നമ്പർ ബിൽ അവതരിപ്പിക്കാവുന്നതാണ്. അല്ല, ഒരു കാര്യം കേട്ടോ, അല്ല അവര് പോക്കോട്ടെ. സാർ, ബഹുമാനപ്പെട്ട അംഗം ശ്രീ ബാലഗോപാൽ ഇവിടെ അവതരിപ്പിച്ച ലീഗൽ ഒബ്ജക്ഷനിൽ ഈ സഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഫിനാൻസ് ബില്ല് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് പോകാതെ വേവ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു തെറ്റായ പരാമർശം നടത്തുകയുണ്ടായി. അദ്ദേഹം ധനകാര്യമന്ത്രിയായി ഏറ്റവും അവസാനം അവതരിപ്പിച്ച ബില്ലിൽ ധനകാര്യ ബില്ല് 2026 ഫെബ്രുവരി 24-ാം തീയതി അത് മുൻകൂട്ടി വച്ചിരുന്ന പിന്നീട് വച്ചിരുന്ന ധനകാര്യ ബില്ല് അത് പ്രീപോൺ ചെയ്ത് ഫെബ്രുവരി 24-ാം തീയതി സബ്ജക്റ്റ് കമ്മിറ്റിക്ക് അയക്കുന്നത് വേവ് ചെയ്ത് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് അയക്കാതെ ഈ ഫെബ്രുവരി 24-ാം തീയതി ഈ സഭ പാസാക്കിയ ഫിനാൻസ് ബില്ലാണ്. അത് പാസാക്കിയ ആള് വന്നിട്ടാണ് ഇത് വേവ് ചെയ്യാൻ പാടില്ല, സബ്ജക്റ്റ് കമ്മിറ്റിക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നത്. സാർ, എന്താണ് സാർ ഈ സഭയിൽ നടക്കുന്നത്? അദ്ദേഹം ഏറ്റവും അവസാനം ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം ഏറ്റവും അവസാനം അവതരിപ്പിച്ച ഫിനാൻസ് ബില്ല് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് പോയിട്ടില്ല. ഇവിടെ വേവ് ചെയ്ത് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് പോകാതെ വേവ് ചെയ്യാനുള്ള അധികാരം ഈ സഭയ്ക്കുണ്ട്. സഭയുടെ അംഗീകാരം മേടിക്കണം. നമ്മൾ അംഗീകാരം വാങ്ങിച്ചാണ്. BSCയുടെ റെക്കമെൻഡേഷനോട് കൂടിയാണ് ഇവിടെ വന്നത്. അദ്ദേഹം ഉന്നയിച്ച ഈ ആക്ഷേപം സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിട്ടില്ല എന്നുള്ള ആക്ഷേപം അദ്ദേഹത്തിന് നേരെ തന്നെ തിരിഞ്ഞു കൊത്തുകയാണ്. ഏറ്റവും അവസാനം അങ്ങനെ ചെയ്ത ആളാണ് ഈ പറയുന്നത്. മറന്നുപോയി, അത്രയുള്ള പ്രശ്നം. പിന്നെ ഇദ്ദേഹം പറഞ്ഞത് അത് ഇന്ന് പ്രസംഗത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം കൂടി ലിസ്റ്റിലുണ്ടായിരുന്നു.
അതിൽ അദ്ദേഹത്തിന് സംസാരിക്കാം ഉള്ള അവസരം ഈ സഭയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കാരണമുണ്ടാക്കി ബഹിഷ്കരിച്ചു പോവാണ്. ഏതായാലും പോകാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിനും കൂടി ഞാൻ മറുപടി പറഞ്ഞേക്കാം. 40 വൈനും ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോ ആൽക്കഹോളിക് ഇൻകം ഉള്ള സംഭവം ഫോറിൻ ലിക്കർ റൂൾസ് അമെൻഡ് ചെയ്ത് കൊണ്ടുവന്നെന്നാണ് പറഞ്ഞത്. ഈ കർഷകരുണ്ടാക്കുന്ന 40 വൈൻ ഉണ്ടാക്കാൻ ബക്കാടി കമ്പനിയായിട്ട് എന്തിനാണ് ചർച്ച നടത്തണം? ബക്കാടി കമ്പനി കർഷകരാണ്. ചുമ്മാ പറയുന്നതാണ്, ഒരു അടിസ്ഥാനമില്ലാതെ പറയുന്ന ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട്. ഇതിൻ്റെ മറുപടി പറയുമ്പോൾ ഞാൻ പറഞ്ഞു.